അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തൗഹീദ് അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഉസൂലു സലാസ എന്ന ഈ പുസ്തകത്തിൻ്റെ, ഈ ഉസൂലുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൻ്റെ അതിൻ്റെ ആമുഖത്തിൽ പിന്നീട് പറയുന്നത് അദ്ദീനുൽ ഇസ്ലാമിയു, ഇസ്ലാം മതം എന്നതെന്താണ് എന്നത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഹുവദ്ദീനുല്ലദീ ബഅസല്ലാഹു ബിഹി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ ആ ദീനിനെ അള്ളാഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അവതരിപ്പിച്ചു വന്നിരിക്കുന്നു. അതാണ് ദീൻ. അതിൻ്റെ വിശദീകരണം അതാണ്. റസൂലിലൂടെ നമുക്ക് അള്ളാഹു എന്താണോ നമ്മളിലേക്ക് എത്തിച്ചു തന്നത് അതാണ് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ. ഖതമല്ലാഹു ബിഹി അൽ അദിയാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു മതത്തെ അവസാനിപ്പിച്ചു. ഇസ്ലാം ശരീഅത്ത് പല കാലഘട്ടങ്ങളിൽ പല പ്രവാചകന്മാരിലൂടെ കടന്നു വന്നിരുന്ന ഇസ്ലാം, അതിനെ പൂർത്തീകരിച്ചത്, അതിനെ അവസാനിപ്പിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. വ അക്മലഹു ലിഇബാദിഹി. അള്ളാഹു അടിമകൾക്ക് വേണ്ടി ആ മതത്തെ പൂർത്തിയായി നൽകി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. വ അതമ്മ ബിഹി അലൈഹിമുൻ നിഅമ. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ മതത്തെ പൂർത്തിയായി നൽകുന്നതോടുകൂടി അള്ളാഹു ആ അനുഗ്രഹത്തെ വിശ്വാസികൾക്ക് പൂർത്തീകരിച്ച് നൽകുകയും ചെയ്തു, ഇസ്ലാം എന്ന അനുഗ്രഹത്തെ. വറദിയഹു ലഹും ദീനൻ. ആ ഇസ്ലാമിനെ മതമായിക്കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫലാ യുഖ്ബലു മിൻ അഹദിൻ ദീനുൻ സിവാഹു. ഇതല്ലാത്ത ഒരു മതദർശനത്തെ ആര് എത്ര മനോഹരമായി കൊണ്ടുവന്ന് അവതരിപ്പിച്ചാലും അത് സ്വീകരിക്കപ്പെടുകയില്ല. അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ, അത് മഖ്ബൂലാകണമെങ്കിൽ അവിടെ അത്യാവശ്യമായിട്ടുള്ളത് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിക്കപ്പെട്ടതായിരിക്കണം എന്നതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പഠിപ്പിച്ചതാണ് മതം എന്ന് പറയുമ്പോൾ, ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിനു മുൻപ് ഇസ്ലാം ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫി ഹാദാ. മുൻപും അതുപോലെ തന്നെ പിന്നെ മുൻപ് കാലം തൊട്ട് തന്നെ മില്ലത്തു അബീക്കും ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞിട്ട് വരാണ്, അവൻ മുൻപ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിങ്ങൾ എന്ന് പേര് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇസ്ലാം എന്നുള്ളത് ആദം അലൈഹിസ്സലാം മുതൽ തന്നെയുള്ളതാണ്. പക്ഷേ ഇസ്ലാമിന്റെ പൂർത്തീകരണം അത് സംഭവിച്ചിരിക്കുന്നത് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് എന്ന് നമ്മോട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇതിന് ചില തെളിവുകളൊക്കെ നമ്മളുടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഖുർആനിലെ ചില ആയത്തുകൾ, മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഒരാളുടെയും പിതാവല്ല, വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യിൻ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകന്മാരിലെ അന്തിമനുമാണ്, അവസാനത്തെ പ്രവാചകനുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരായത്ത് പറയുന്നത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്. അറഫ മൈതാനിയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ വചനം, ഇതാ ഇന്നേ ദിവസം നിങ്ങൾക്ക് മതം പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു, എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തിയായി നൽകിയിരിക്കുന്നു, ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട് മതമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരിക്കൽ ഒരു യഹൂദിയായ മനുഷ്യൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഖുർആനിലെ ഒരു വചനം അത് ഇറങ്ങിയ ദിവസം ഞങ്ങളാണെങ്കിൽ ആ ദിവസത്തെ ഒരു ആഘോഷ ദിവസമായി സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. എല്ലാ വർഷവും ഞങ്ങളതിനെ ആഘോഷിക്കുമായിരുന്നു. ഏതാണ് വചനം എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറയാണ്, ദീൻ പൂർത്തിയാക്കി എന്ന് പറയുന്ന അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞ ഈ വചനം ഇറങ്ങിയ ദിവസത്തെ ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്ക് തഫ്സീറുകൾ കാണാൻ കഴിയും. അതായത് അത്രയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ഉണ്ടാക്കേണ്ടതാണ്. മതം പൂർത്തിയായിരിക്കുന്നു. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകർന്നു തന്നിരിക്കുന്നു എന്നതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. അദ്ദേഹം വീണ്ടും
ചില ആയത്തുകൾ കൂടി പറയുന്നുണ്ട്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ മതം എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത് മാത്രമേ സ്വീകരിക്കുള്ളൂ. പല വഴികളെ തേടുന്ന ആളുകളുണ്ട്, മോക്ഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പല വഴികൾ തേടുന്ന ആളുകളുണ്ട്. ചില ആൾക്കാരൊക്കെ പറയും പിന്നെ എല്ലാ വഴികളിലൂടെയും അള്ളാഹുവിലേക്ക് എത്താം, അങ്ങനെയൊക്കെ ആശയങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. എല്ലാ മതങ്ങളുടെയും സന്ദേശം ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ വളരെ കൃത്യമായിട്ടും ഇസ്ലാമിൻ്റെ നിലപാട് ഇസ്ലാം പറയണം. പല യൂട്യൂബ് ചാനലുകളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, മലയാളത്തിലുള്ള. അവർ ഈ പറയുന്നത് സർവ്വമത സത്യവാദമാണ്, എല്ലാ മതങ്ങളും ശരിയാണ്, എല്ലാ ആശയങ്ങളും ശരിയാണ്. അല്ല, ഖുർആൻ വളരെ കൃത്യമായിട്ടും പറയാണ്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം അല്ലാത്തതിനെ ഒരാൾ ദീനായിക്കൊണ്ട് പ്രതീക്ഷിച്ചാൽ ഫലം യുഖ്ബല മിൻഹു, അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്ത് നഷ്ടകാരിൽ പെട്ടുപോകുന്ന ആളായിരിക്കും അവൻ. ഇസ്ലാം അല്ലാത്ത ഒരു വഴി, മോക്ഷത്തിൻ്റെ, വിമോചനത്തിൻ്റെ, സ്വർഗപ്രവേശനത്തിൻ്റെ, നരകത്തിൽ നിന്ന് വിമോചിതനാകുന്നതിൻ്റെ വഴി അത് ഇസ്ലാം മാത്രമാണ്. അത് വളരെ ക്ലിയറാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, വഖദ് ഫറദല്ലാഹു തആല അലാ ജമീഇൻ നാസ്, എല്ലാ മനുഷ്യർക്കുമേലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്നു അൻ യുദീനു ലില്ലാഹി തആല ബിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഈ ശരീഅത്ത് അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നത് ഓരോ വിശ്വാസിയുടെ മേൽ നിർബന്ധമാണ്. ഫഖാല ഖാതിബൻ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംഭാഷണം എന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് നേരിട്ടുള്ള അഭിമുഖ സംഭാഷണം എന്ന നിലയിൽ അള്ളാഹു പറയുന്നൊരു വചനം എടുത്തു കൊടുക്കാണ്. ഖുൽ, നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങൾക്കെല്ലാമുള്ള പ്രവാചകനാകുന്നു. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആരാണ് പടച്ചോൻ എന്ന് പറയാണ്, ആരാണ് അള്ളാഹു? അള്ളാഹു എന്ന് പറയുന്നത് അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ഈ ആകാശ ഭൂമികളുടെ എല്ലാം അധികാരവും ഉടമസ്ഥാവകാശവും ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവിനെ അള്ളാഹു പിന്നെ നിയോഗിച്ച ദൂതനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യനുമില്ല. യുഹ്യീ വ യുമീത്, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. ഫആമിനു ബില്ലാഹി വ റസൂലി, അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, റസൂലിൽ വിശ്വസിക്കുക. അന്നബിയിൽ ഉമ്മിയി, നിരക്ഷരനായ പ്രവാചകൻ. അല്ലദീ യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ വചനങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു. വത്തബിഊഹു, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരായിരിക്കാം. ഇവിടെ റസൂലിനെ ഇത്തിബാഅ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ നബിദിനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സമയമാണല്ലോ. എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കേണ്ടത് എന്നത് പലപ്പോഴും ആളുകൾക്ക് അറിയാത്തൊരവസ്ഥയുണ്ട്. ഇത്തിബാഅ്, അനുസരണയാണ്, പിൻപറ്റലാണ് റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരാള് ഉമ്മാനെ തല്ലുന്ന ഒരാള്, അല്ലെ ഉമ്മാനെ ചീത്ത പറയുന്ന ഒരാൾ, എല്ലാ ദിവസവും വീട്ടിൽ അയാൾ എത്തിയാൽ ഉമ്മയായിട്ട് ബഹളാണ്, പ്രശ്നമാണ്. പക്ഷെ അയാൾ ഈ മദേഴ്സ് ഡേ വരുമ്പോൾ, മാതൃദിനം വരുന്ന ദിവസത്തിൽ അയാൾ ആളുകളുടെ മുന്നിലൊക്കെ ഭയങ്കര ഉമ്മാനെ പറ്റിയുള്ള ഒരുപാട് പിന്നെ മദ്ഹുകൾ പറയും, അല്ലെങ്കിൽ തൻ്റെ സ്റ്റേറ്റസിലൊക്കെ ഉമ്മാനെ പറ്റിയുള്ള ഒരുപാട് നന്മകളൊക്കെ ഉള്ള പാട്ടുകളും ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റസ് ചെയ്യുകയൊക്കെ ചെയ്യും. അതാണോ ഉമ്മാനോടുള്ള സ്നേഹം? അതല്ല. മറ്റൊരാൾ ഉമ്മനെ പറ്റി ഇങ്ങനെ 1000 പാട്ടുകളൊന്നും മദേഴ്സ് ഡേ ഒന്ന് പാടുകയോ ഒന്നും ചെയ്യൂല. പക്ഷേ അയാൾ ഉമ്മ പറഞ്ഞാൽ അനുസരിക്കും, ഉമ്മ പറയുന്നതിനെ എതിര് നിൽക്കൂല. ആരാണ് യഥാർത്ഥത്തിൽ ഉമ്മയെ സ്നേഹിക്കുന്നത് എന്ന് നമുക്കറിയാം, വളരെ ക്ലിയറാണ്. ഉമ്മയെ സ്നേഹിക്കുക എന്നുള്ളത് ഉമ്മയെ പറ്റി 4 പാട്ടും മധുവും പറയാലല്ല, മറിച്ച് ഉമ്മ പറയുന്നത് അനുസരിക്കലും പിന്നെ ഉമ്മ പറയുന്നതിനെ ധിക്കരിക്കാതിരിക്കലും ഒക്കെയാണ്. ഇത് വളരെ ക്ലിയറാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് അങ്ങനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എല്ലാ സന്ദേശങ്ങളെയും തിരസ്കരിക്കുകയും ഒരു ദിവസമോ മാസമോ നിശ്ചയിച്ചിട്ട് ആ ദിവസങ്ങളിൽ റസൂലിനെ പറ്റി ഒരുപാട് പുകഴ്ത്തുപാട്ടുകളും വാഴ്ത്തുപാട്ടുകളും പാടിയാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും പിന്നെ മറ്റ് റസൂലിനോടുള്ള സ്നേഹമായിട്ട് അത് മാറൂല എന്നത് വളരെ ക്ലിയറാണ്. വത്തബിഊഹു, റസൂലിനെ ഇത്തിബാഅ് ചെയ്യുക. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരായേക്കാം എന്ന് നമ്മളോട് ഖുർആൻ പറയാണ്. വഫീ സ്വഹീഹി മുസ്ലിമിൻ, സ്വഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസ് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അന്നഹു ഖാൽ, അദ്ദേഹം പറയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, എൻ്റെ മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അള്ളാഹു തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയുൻ വലാ നസ്രാനിയും, ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു യഹൂദിയോ നസ്രാനിയോ പിന്നെ എന്നെ കേൾക്കുന്നു, അല്ലെങ്കിൽ ഈ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നു, സുമ്മ യമൂതു, പിന്നെ അവൻ മരിച്ചു പോകുന്നു, വലം യുഅ്മിൻ ബില്ലദി ഉർസിൽതു ബി, എനിക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അതിൽ വിശ്വസിക്കാതെ, കേട്ടു യഹൂദിയാണ് നസ്രാനിയാണ് ആരെങ്കിലും ആണ്, അയാള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത് കേട്ടു, പക്ഷെ എന്ത് ചെയ്തില്ല, അയാൾ മരിച്ചു പോണത് വരെ അത് വിശ്വസിച്ചിട്ടില്ല, എങ്കിലോ ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ, അവൻ എന്തായിരിക്കും, നരകാവകാശിയായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ടു എന്നതുകൊണ്ട് ഒരാൾ വിശ്വാസിയാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തെ സ്വീകരിച്ച ആൾ എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കാണ്, വൽ ഈമാനു ബിഹി, റസൂലിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, തസ്ദീഖു മാ ജാഅ ബിഹി മഅൽ ഖബൂലി വൽ ഇദ്ആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്തുന്നതോടൊപ്പം അതിനെ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. ലാ മുജറദ തസ്ദീഖ്, സത്യപ്പെടുത്താം, പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കലാവോ? ആവൂല. വലിഹാദാ ലം യകുൻ അബൂ ത്വാലിബിൻ മുഅ്മിനൻ ബിർറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുകൊണ്ടാണ് അബൂ ത്വാലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരിൽ ഉൾപ്പെടാതിരുന്നത്. മഅ തസ്ദീഖിഹി ലിമാ ജാഅ ബിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് അബൂ ത്വാലിബ് സത്യപ്പെടുത്തിയിട്ടുണ്ട്, മുഹമ്മദ് നീ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വശഹാദതിഹി അന്നഹു മിൻ ഖൈറിൽ അദിയാൻ, അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും ഉത്തമമായ മതമാണ് എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നല്ല മതമാണ്, അതുപോലെ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതൊക്കെ സത്യമാണ് എന്ന സത്യപ്പെടുത്തൽ മാത്രം പോരാ, മറിച്ച് അതിനോടൊപ്പം എന്ത് വേണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ വിശ്വസിക്കുകയും അതിനെ ജീവിതത്തിൽ പകർത്തുകയും മതമായി സ്വീകരിക്കുകയും ചെയ്യണം എന്നതാണ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടും പറഞ്ഞു തരുന്നത്. അതാണ് അദ്ദീൻ എന്നതിൻ്റെ വിശദീകരണം, അദ്ദീനുൽ ഇസ്ലാമി എന്നതിൻ്റെ വിശദീകരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയാനും പഠിക്കാനും അന്വേഷിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.